സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് നമ്മുടെ നാട്ടിൽ പല ആളുകളും കാണുന്ന ഒരു മാർഗമാണ് ലോട്ടറി. എല്ലാ ദിവസവും എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ലോട്ടറി എടുക്കും. അടിക്കില്ല എന്ന് അറിഞ്ഞാലും നമ്മൾ പിന്നെ എടുക്കും. ഈ കഥയ്ക്ക് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഈ കാണുന്ന ലോട്ടറി ഒരു പേപ്പർ മാത്രമല്ല, ഇത് കേരളത്തിൽ ഒരു വലിയ എക്കോസിസ്റ്റമാണ്. എനിക്ക് ആക്ച്വലി കണ്ടുപിടിക്കണമായിരുന്നു ഈ ടിക്കറ്റിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലോട്ടറി നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? ഒരു 50 രൂപയുടെ ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഈ പൈസ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ എക്കോസിസ്റ്റം എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആളുകൾ പിന്നും ഇതേ ലോട്ടറി പോയി എടുക്കുന്നതിന്റെ റീസൺ എന്താണ്? ഒരു 3-4 വർഷം കൊണ്ട് എടുക്കുന്നുണ്ട്. 10-15 വർഷം കൊണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. ഞാൻ എന്റെ മകന്റെ പേരിലാണ് ആദ്യം എടുത്തത്. ഒരു 3 വർഷം 4 വർഷമായിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. അത് തന്നെ, 1 സെന്റ് മണ്ണ് വാങ്ങിക്കണം, മരിക്കുന്നവരെ കിടക്കണം. പിന്നെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ആവട്ടെ. മനുഷ്യന്റെ ഭാഗ്യം എപ്പോഴാ വരുന്നതൊന്നും അറിയാൻ പറ്റത്തില്ല. വലിയ കോടീശ്വരൻ ഒന്നാവുണ്ട്. അതിലൊരു 3-4 പ്രാവശ്യം ലോട്ടറി അടിച്ചിട്ടുമുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നലെ ലോട്ടറി എടുത്തിട്ടുണ്ട്, ഇന്നലെയും ലോട്ടറി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഇതൊന്നും അടിക്കുന്ന ഒരു ലക്ഷണമൊന്നുമില്ല. ലോട്ടറി എടുക്കാൻ നമുക്ക് ജസ്റ്റ് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും. ആ ഒരു വൈബിലാണ് എടുക്കണത്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കുള്ള ഒരു പ്രതീക്ഷയാണല്ലോ അത്. അതങ്ങനെ ഒരിക്കൽ കിട്ടി, 1-2 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു രസമല്ലേ? ഞാനിതിനൊരു ഫൺ പോലെയാണ് കാണുന്നത് ലോട്ടറി എടുക്കുന്നത്. കാരണം എപ്പോഴൊന്നും എടുക്കാറൊന്നുമില്ല. 40 രൂപയൊക്കെ ആയിരുന്നപ്പോ പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ പ്രൈസ് കുറവ്. പിന്നെയും കിട്ടും, രക്ഷപ്പെടാം എന്നുള്ള കണക്കാണ്. നമ്മൾ 50 രൂപ മുടക്കി കഴിഞ്ഞാൽ 500 കിട്ടും, അല്ലെങ്കിൽ 5000 കിട്ടും, അല്ലെങ്കിൽ 1000 കിട്ടും, അല്ലെങ്കിൽ 10000 കിട്ടും, 1 ലക്ഷം കിട്ടും, 1 കോടി കിട്ടും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ആ പ്രതീക്ഷ കൊണ്ട് മാത്രം എടുക്കുന്നേ. ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാഗ്യമാണ്. അടിച്ചടിച്ച് ഇല്ലെങ്കിൽ ഇല്ല. ഇതൊരു ടിക്കറ്റ് വിൽക്കുന്നതിന്റെ കഥയല്ല, ഇത് കേരളത്തിലെ ഒരു വലിയ സംവിധാനമാണ്. ഒരു ദിവസം പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സാധ്യതയ്ക്ക് വേണ്ടി, ഒരു ഭാവിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുക്കാൻ റെഡിയാവുന്നു. ഇന്ന് കേരളത്തിൽ ഒരു ലോട്ടറി മേടിക്കുക എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് കേരളം ലോട്ടറി ടിക്കറ്റ് വിറ്റ് തുടങ്ങിയത്? 1967 കേരളം ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു കേരളമൊന്നും ആയിരുന്നില്ല, വളർന്നു വരുന്നൊരു സംസ്ഥാനമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു. ഒരു പുതിയ സംസ്ഥാനത്തിന്റെ മുന്നിൽ വലിയൊരു ചോദ്യമാണ്, പണം എവിടെ നിന്ന് കണ്ടെത്തും? കേരളത്തിന് അന്ന് 2 ഒബ്ജക്റ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ ജനറേറ്റ് ചെയ്യണം, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. പി കെ കുഞ്ഞു എന്ന് പറയുന്ന കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു 1967 തൊട്ട് 69 വരെ നമ്മുടെ കേരള സ്റ്റേറ്റ് ലോട്ടറി കണ്ടുപിടിച്ചു. പുള്ളിക്കാരൻ മുമ്പ് കായംകുളം MSM ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റിൽ ലോട്ടറീസ് നടത്തി എക്സ്പീരിയൻസ് കണ്ടുണ്ടായിരുന്നു. ഇതേ സമയം പ്രൈവറ്റ് ലോട്ടറികളെല്ലാം ബാൻ ചെയ്തു. സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരുന്നു എല്ലാ തരത്തിലുള്ള ലോട്ടറി ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഗവൺമെന്റ് ഒരിക്കലും സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ല, ആളുകളെ നമുക്ക് ഗാംബിൾ ചെയ്യിപ്പിക്കാം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓൾറെഡി ആളുകൾക്ക് വേണ്ട ഒരു സാധനം അത് സ്റ്റേറ്റിന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൈസ, അത് ഒരുപാട് പേർക്ക് ഒരു ജീവിത മാർഗമായി മാറും. അന്നത്തെ കാലഘട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയായിരുന്നു. ഒരു ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് വെറും 1 രൂപയായിരുന്നു. ഇവിടെ തുടങ്ങി ഈ സംവിധാനം ഇത്രയും വലിയൊരു സംവിധാനമായി മാറിയത് എങ്ങനെയാണ്? ഒരു സാധാരണ മനുഷ്യൻ കൊടുക്കുന്ന 50 രൂപ എവിടെയാണ് പോകുന്നത്? കുറച്ച് നേരത്തേക്ക് നമുക്ക് ഈ ടിക്കറ്റിനെ മാത്രം ഒന്ന് പിന്തുടർന്ന് നോക്കാം. ഈ നമ്മൾ കൊടുക്കുന്ന 50 രൂപ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു വലിയ സിസ്റ്റം തന്നെ ഉണ്ട്, ഒരു വലിയ ഡയറക്ടറേറ്റ്. ഇവര് ഓതറൈസ് ചെയ്തിട്ടുള്ള 2 പ്രിന്റിംഗ് പ്രസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി CAPT, ഇവര് 2 പേരുമാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സുകൾ. അവർ ടിക്കറ്റ് നിർമ്മിക്കും, അതിനെ സ്റ്റാക്ക് ചെയ്യും, ബണ്ടിലാക്കും, ഓഫീസിൽ കൊണ്ടുപോകും. അത് വലിയ ബയേഴ്സ് മേടിക്കും, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കും, സബ് ഏജൻസിന് കൊടുക്കും. ഈ ആളുകൾ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്നു. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇവരൊരു ദിവസം ലോട്ടറിയുടെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നു. ചെറിയ തുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏജന്റ് വഴി മാറാൻ പറ്റും, വലിയ തുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് നമുക്ക് മാറാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ലോട്ടറി എടുത്ത് വല്ലതും കിട്ടുമെന്ന് വേണ്ടാണ് എടുക്കണത്. ഇതിപ്പോ ആൾക്കാര് പൈസ കൊണ്ടിരുന്നു, എടുക്കുന്നു. ആഗ്രഹം തന്നെ കിട്ടണം, 5000 രൂപയെങ്കിലും കിട്ടണം, 5000 സമ്മാനം കിട്ടണം. അതാണ് കാരണം അത്യാവശ്യ കാര്യം നടക്കണമല്ലോ. അപ്പൊ അടിച്ച് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് 60,000 കിട്ടി, നമ്മൾ 10,000 രൂപയ്ക്ക് 20,000 രൂപ കളിച്ച് ഒരു വിഷയം വരുന്നില്ല. നന്നായവരുണ്ട്, അതുകൊണ്ട് അതപ്പതിച്ചവരുണ്ട്. കൂടുതലും അതപ്പതിച്ചാണ്. മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു ഇത് തുടങ്ങിയത്. പക്ഷെ ഇന്ന് വൻ മുതലാളിമാരാണ് ഇതിനെ വച്ച് കാശുണ്ടാക്കുന്നത്. നമുക്ക് കടവാടക ശമ്പളം പോയി നമുക്ക് 150-300 കിട്ടിയാൽ വാങ്ങിക്കും. വാടക കൊടുക്കണം, 13 രൂപയാണ് ഇത് വാടക. നഷ്ടം വന്നാൽ അതും കയ്യിൽ നിന്ന് പോകും. ഇതുകൊണ്ട് ജീവിതമാകുന്ന സർക്കാർ മാത്രം നമുക്കാക്കൂല. പിന്നെ യങ്ങേഴ്സ് വരുന്നില്ല, അവർക്ക് കഞ്ചാവ് മാത്രം മതി. ടിക്കറ്റും വേണ്ട, സർക്കാരിനും വേണ്ട. ഉദ്ദേശം നമ്മൾ കോടീശ്വരനാവാനാണ് ഞാൻ ലോട്ടറി എടുത്തേക്കുന്നത്. 2 കോടി കിട്ടുന്നതാണ് എനിക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്.
നമുക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം അവരെ പോലുള്ളവരെ ഒന്നും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കൊരു വരുമാനം ആകട്ടെ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഇതിന്റെ അപ്പുറത്തൊരു കടയുണ്ട്. ആ കടയിൽ ഒരാളിരുന്ന് ആത്മഹത്യ ചെയ്തതാണ്. കടം കയറിയാണ് 10-40 ലക്ഷം രൂപ കടം കയറി അത് ആത്മഹത്യ. ഇപ്പൊ അത് വേറൊരാളാണ് നടക്കുന്നത്. പ്രവൃത്തിയുടെ ദോഷമാണ്. കാരണം ഈ ചൂത് കളിക്കുന്നത് പോലെയാണിത്. നമ്മൾ രാവിലെ തൊട്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരോട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പ്രായം കൂടിയ ആൾക്കാരാണ് ഈ ലോട്ടറി എടുക്കുന്നത്. ആൻഡ് അവർക്കുള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, നമ്മുടെ ലൈഫ് ഒരു രീതിയിലെങ്കിലും മാറുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ലോട്ടറി എടുക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് ഉൾപ്പെട്ട് വരുന്ന ഒരു വലിയ സംവിധാനമായിട്ട് ഇന്നത്തെ ലോട്ടറി എക്കോസിസ്റ്റം മാറിക്കഴിഞ്ഞു. 2025 ഒരു 40 രൂപയുടെ ടിക്കറ്റിന് 8 രൂപ 75 പൈസയാണ് GST പോകുന്നത്. ഏജന്റിന്റെ കമ്മീഷൻ വേരി ചെയ്യും പല പല സ്റ്റേജുകളിൽ. പക്ഷെ ഈ പണത്തിന്റെ വലിയൊരു ഭാഗം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ടിക്കറ്റ് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. ഇതുപോലെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ഡെയിലി ഉണ്ടാവുന്നുണ്ട്. സമ്മാനങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട്. 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ കേരള ഗവൺമെന്റ് ലോട്ടറിയിൽ നിന്ന് മാത്രം സൃഷ്ടിച്ച റവന്യൂ എന്ന് പറയുന്നത് 13,244 കോടി രൂപയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന ഒരു 50 രൂപയാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ഇതൊരു വലിയ സാമ്പത്തിക സംവിധാനമായി മാറിക്കഴിഞ്ഞു. പ്രിന്റിംഗ് പ്രസ്, പേപ്പർ റോൾ, ഇങ്ക്, സെക്യൂരിറ്റി പാറ്റേൺസ്, മെഷീൻസ്, വർക്കേഴ്സ്, കട്ടിംഗ്, കൗണ്ടിങ്, പാക്കേജിംഗ്, ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഒരാൾ ഡിസൈൻ ചെയ്യണം, ഒരാൾ പ്രിന്റ് ചെയ്യണം, ഒരാൾ ഇതിനെ സെക്യൂർ ചെയ്യണം, ഒരാൾ ഇത് എത്ര എണ്ണം ഇറങ്ങുന്നു എന്ന് കൗണ്ട് ചെയ്യണം, ഒരാൾ ഇതിനെ മൂവ് ചെയ്യണം, വേറൊരാൾ ഉറപ്പ് വരുത്തണം നമ്മൾ മേടിച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് റിയൽ ആണെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ടറേറ്റിന് മൊത്തം 14 ഡിസ്ട്രിക്ട് ഓഫീസുകളുണ്ട്, 21 സബ് ലോട്ടറി ഓഫീസുകളുണ്ട്, റീജിയണൽ ഓഫീസുകൾ, ഓഡിറ്റ് സ്ട്രക്ചേഴ്സ്. പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം മാത്രമാണ്. ഈ എൻ്റയർ എക്കോസിസ്റ്റം റൺ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ വേണ്ടി വരുന്നുണ്ട്. ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഇതിനെ ട്രാക്ക് ചെയ്യാൻ, വിന്നറിനെ കണ്ടുപിടിക്കാൻ, ഈ വിന്നറിനെ പ്രോസസ് ചെയ്യാൻ, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സിസ്റ്റത്തിനെ ഓഡിറ്റ് ചെയ്യാൻ, കംപ്ലൈൻസ് എന്തെങ്കിലും വരുന്നെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം. ഈ മെഷീനെ റൺ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ GST കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ വെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. നമുക്ക് കറക്റ്റ് ഡേറ്റ ഒന്നുമില്ല ഓരോ പൈസയും എവിടേക്കാണ് പോകുന്നത്. പക്ഷേ ഇത്രയും പൈസ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്, ഇവർ ഈ രീതിയിലാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോ പ്രാവശ്യം ഓരോ ആളുകൾ ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് ഓക്കെ ഇതായിരിക്കും എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. ഒരാൾ എന്തായാലും ജയിക്കും. അത് തന്നെയാണ് ഈ ലോട്ടറിനെ ഡിഫറൻ്റ് ആക്കുന്ന ഒരു കള്ളത്തിൽ നിന്ന്. കാരണം പ്രൈസ് റിയൽ ആണ്, വിന്നറും റിയൽ ആണ്. പക്ഷേ ഇതിന്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ടിക്കറ്റ് ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല. പക്ഷേ ഇതേ ടിക്കറ്റ് 31 ദിവസം മേടിക്കുന്ന സമയത്ത് 1240 രൂപയാവുകയാണ്. 365 ദിവസം മേടിക്കുന്ന ഒരാൾക്ക് 14,600 രൂപയാവുകയാണ്. ലോൺ എടുക്കുന്ന പോലെയാണ്. 40 രൂപ ആയതുകൊണ്ട് നമുക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നത്തില്ല. ന്യൂസ് എടുത്താലും നമ്മളൊരു വിന്നറിനെ കാണുന്നുണ്ട് തന്നെ നമുക്ക് ഓർമ്മ വരും, ഓക്കെ ഒരാൾ ജയിക്കുന്നുണ്ട്, അപ്പം നമുക്കും എന്തെങ്കിലും ഒരു ദിവസം ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതേ സമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിട്ടുന്നില്ല. ഇവരെ പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം ഒരു പേപ്പറിലും ഒരു ന്യൂസിലും ഒരു റേഡിയോയിലും വരത്തില്ല ലക്ഷക്കണക്കിന് ആളുകൾ തോറ്റുന്ന്. ചില ആളുകൾക്ക് 40 രൂപ എന്റർടൈൻമെന്റ് ആണ്, ചില ആളുകൾക്ക് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ആണ്, ചില ആളുകൾക്ക് ഇത് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇതിൽ ഏറ്റവും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഇന്നും തോക്കണം ഒരു വിന്നറിന് ഉണ്ടാവാനായിട്ട്. ആക്ച്വലി ആളുകൾ ലൈഫിനെയും ലോട്ടറി പോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് ഓഫ് വിന്നിങ് എന്ന് പറയുന്നത് അവർക്ക് എഗൻസ്റ്റ് ആയിരിക്കുകയാണെങ്കിൽ പോലും പിന്നും അവർ ട്രൈ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ലോകം എന്ത് ബ്യൂട്ടിഫുൾ ആയനെ. നമ്മൾ ഈ ലോട്ടറിനെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരു 50 വർഷങ്ങൾക്ക് മുകളിലായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത്? ഞാൻ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ടൈമിൽ ഒന്നും അൺസോൾഡ് വരില്ല, എല്ലാം വിറ്റ് പോകും. പിന്നെ യാതൊരു ഒരു മഴ അതിൽ എന്തെങ്കിലും സ്ട്രൈക്ക് നടക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം അൺസോൾഡ് വരും. ஆனால் ஸ்டூடெண்ட் വരില്ല. ഈ ഫീൽഡിൽ ഇപ്പൊ സർക്കാരിന് നേട്ടമുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇന്ന് കേരള സംസ്ഥാനത്ത് വേറെ ഒന്നുമില്ല, വ്യവസായങ്ങളൊക്കെ എല്ലാം തരിപ്പണായി. രണ്ടുപേരും മദ്യവിധമാണ് ലോട്ടറി ആണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതുകൊണ്ടുള്ള വരുമാനമാണ് റവന്യൂ ഇൻകം. ഇപ്പൊ നീ എല്ലാം കഞ്ചാവെല്ലാം വിട്ട് ലോട്ടറി നശിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം കുടുംബം വയ്ക്കാം, പിന്നെ കുറേശ്ശെ വിറ്റ് നമുക്ക് ജീവിക്കാം. തീരുമ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യാം. നമ്മളിപ്പോൾ 10-20,000 രൂപ ടിക്കറ്റ് എടുക്കും. ഇപ്പോൾ കടയൊക്കെ ആകുമ്പോൾ 10-20,000 രൂപ ടിക്കറ്റ് എടുത്താലേ കട അടച്ചിടാൻ പോയി എടുത്തു കഴിഞ്ഞാൽ ഒരു 16-17 രൂപയ്ക്ക് വിൽക്കും. എനിക്ക് ഇന്നലെ മാത്രം 87 ടിക്കറ്റ് ബാക്കി വന്നു. ഇതിനെയൊക്കെ അവർ ഗൗരവമായിട്ട് കാണുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പരാതി പറയുന്ന ആര് പറയുന്നത് 3 മണിയാകുമ്പോൾ നമുക്ക് കുറേ ടിക്കറ്റ് വിറ്റാൻ വരും. വാരി കളഞ്ഞിട്ട് ടിക്കറ്റ് അതുപോലെയല്ലേ ഇതൊന്നും അടിക്കാത്തതാണല്ലേ? ഒരു ദിവസം ബാക്കി വന്ന ടിക്കറ്റാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത്ര തന്നെ. അല്ലാതെ ഇതൊന്നും ഒരു പുതുതായിട്ട് തുടങ്ങുന്നവരോടൊന്നും നമ്മൾ പറയില്ല തുടങ്ങാൻ. തുടങ്ങി കഴിഞ്ഞാൽ ഇതാണ് കടം വന്നുകൊണ്ടിരിക്കും.
ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ആക്ച്വലി ഒരു ജോലിയാണ്. ഗവൺമെന്റിന് ഇത് റവന്യൂ ആണ്. ഇത് മേടിക്കുന്ന ഒരാൾക്ക് ഒരു പ്രതീക്ഷയാണ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോട്ടറി ഒരിക്കലും പൈസ ഉണ്ടാക്കുന്ന എല്ലാവരും ജയിക്കുന്നുണ്ടല്ല, അത് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ഇതിൽ തോക്കുന്നുണ്ട് മാത്രമാണ്. ഇത്രയും നേരം നമ്മളൊരു ലോട്ടറിയുടെ ഫുൾ ട്രാവൽ കണ്ട്, ഇനി നമുക്ക് ലോട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം എന്നുള്ള ഒരു 3 കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ ലെസൺ, സ്മോൾ ഡിസിഷൻസ് കോമ്പൗണ്ട് ചെയ്യും. സ്മോൾ ആയിട്ടുള്ള എമൗണ്ട്സ് ഒരിക്കലും ചെറുതായിട്ടിരിക്കത്തില്ല, അത് പോകെ പോകെ കോമ്പൗണ്ട് ആയിക്കൊണ്ടേയിരിക്കും. അത് നല്ലതാണെങ്കിലും ചീത്ത ഡിസിഷൻ ആണെങ്കിലും. ഒരു ദിവസം 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 14,600 രൂപയാണ്. 10 വർഷം ആകുമ്പോൾ അത് 1,46,000 രൂപയാവുകയാണ്. ഇത് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ഫുഡ് ഡെലിവറി ആപ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അങ്ങനത്തെ പല സബ്സ്ക്രിപ്ഷൻസ് എടുക്കുന്ന ആളുകൾക്ക് മാസം ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ഇമ്പൾസ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഈ കോസ്റ്റ് എല്ലാം ആഡ് ആവും വർഷം. ഇതേ പൈസ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളെ ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടിയിട്ട്. ഇൻഡിവിജ്വൽ എമൗണ്ടിനെ കാട്ടി നമ്മുടെ ഡയറക്ഷൻ ഇവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലാണ് നമ്മൾ ഈ പൈസ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൊതുവിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിനുണ്ടാവുന്ന കോസ്റ്റിന്റെ വലിപ്പം വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു അതും മാറ്റർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ലെസൺ, നമ്മൾ എപ്പോഴും ഓർക്കുന്ന വിന്നറിനെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, തോറ്റ ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഓരോ പ്രാവശ്യം 25 കോടിയിൽ ഒരാൾ ജയിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ചെയ്യുന്ന ആ ജയിക്കുന്ന ആളുടെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ മൈൻഡ് ഒരിക്കലും നാച്ചുറലി ചിന്തിക്കത്തില്ല തോക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഈ പറഞ്ഞ കാര്യം ആക്ച്വലി ഒരു എക്സലന്റ് എക്സാമ്പിൾ ആണ് സർവൈവർഷിപ്പ് ബയസിനും അവൈലബിലിറ്റി ബയസിനും. ഡെയിലി നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരെ കാണുന്നുണ്ട്. അതേസമയം ലക്ഷക്കണക്കിന് ബിസിനസ്സുകൾ ഡെയിലി പൊട്ടുന്നുണ്ട്. ഇത് നമ്മൾ കാണാറില്ല. ഒരു കുട്ടിക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് സീറ്റ് പോലും കിട്ടുന്നില്ല. ഒരു കുട്ടീനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ പൈസയിൽ അടിച്ചു പൊളിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ അതേസമയം വേറെ ആളുകളുടെ പൈസയിൽ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ച ഒരുപാട് പേര് അതേ ദിവസം തോക്കുന്നുണ്ട്. നമ്മളത് കാണുന്നില്ല. ഒരു യൂട്യൂബർ വൈറലാവുന്ന അതേസമയം ലക്ഷക്കണക്കിന് വീഡിയോസ് ഇടുന്ന പല പല യൂട്യൂബ് ചാനലുകൾ നമ്മൾ കാണാതെ പോകുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ ഒരിക്കലും എക്സ്പെക്ടേഷൻ ബിൽഡ് ചെയ്യേണ്ടത് ബെഞ്ച് മാർക്കിനെ വെച്ചിട്ടല്ല. കാരണം അവര് പോയ വഴി നമുക്ക് ഒരിക്കലും അറിയില്ല. അവരുടെ സെലക്ഷൻ പ്രോസസ്സ് ഡിഫറെന്റ് ആയിരുന്നു. അവർ ഓൾറെഡി സെലക്ടഡ് ആയിട്ടുള്ള ആളുകളായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. വിന്നർ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും എവിഡൻസ് ആണ്, ഒരു കാര്യം പോസിബിൾ ആണെന്നുള്ളതിന്. പക്ഷെ അത് ഒരിക്കലും പറയുന്നില്ല പ്രോബബിൾ ആണ്, അതേ വഴി നമ്മൾ പോയാൽ നമുക്കും അത് കിട്ടും എന്നുള്ള കാര്യം. മൂന്നാമത്തെ ലെസൺ, ഹോപ്പ് എന്ന് പറയുന്നത് പവർഫുൾ ആണ്. പക്ഷെ അതേസമയം ഹോപ്പിന് ഒരു പ്ലാൻ അത്യാവശ്യമാണ്. ഒരു ലോട്ടറി പറയുന്നത് മേ ബി നാളെ എന്റെ ജീവിതം മാറി തുടങ്ങും എന്നുള്ളതാണ്. ഒരു പ്ലാൻ പറയുന്നത് എന്താണ്? നാളെ ഞാൻ മാറാൻ പോവുകയാണ്. ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് ഒരാൾ ഒരു ലോട്ടറി മേടിക്കുന്നത് തമ്മിലും ഒരാൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, പഠിക്കുന്നു, ഒരു പുതിയ സബ്ജക്ട്, മണി സേവ് ചെയ്യുന്നു, ഒരു സ്കില്ല് പുതിയതായിട്ട് പഠിക്കുന്നു, രാവിലെ 5 മണിക്ക് എണീക്കുന്നു, ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, പണിയെടുക്കുന്നു. ഒരിക്കലും ഹോപ്പ് എന്ന് പറയുന്നത് ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഹോപ്പ് അത്യാവശ്യമാണ്. ഹോപ്പാണ് നമ്മളെ മുമ്പേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു പ്ലാൻ ഇല്ലാത്ത ഒരു ഹോപ്പ് എപ്പോഴും നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ചില ആളുകൾ ലോട്ടറി എടുക്കുന്നതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അടിക്കുന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും. പക്ഷെ ചില ആളുകൾ എടുക്കുന്നത് നാളെ ബെറ്റർ ആവും എന്നുള്ളൊരു തോന്നലായിരിക്കും. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങളിവിടെ സെൻഡ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.